ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശിവവൃത്തപ്പൻ്റെ ക്ഷേത്രമാണ്. തൊഴുതുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അർച്ചന തല കറങ്ങി താഴെ വീഴുകയാണ്. തുടർന്ന് ഡോക്ടർ വന്ന് പരിശോധിച്ചതിന് ശേഷം ആഹാരമൊന്നും കഴിക്കാത്തത് കൊണ്ടാണ് തല കറങ്ങിയതെന്നും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇടണമെന്നും പറയുന്നു. ഇത് കേൾക്കുന്ന തിരുമേനി പറയുകയാണ്, മോളുടെ മുഖം കണ്ടാലേ അറിയാം മോൾക്ക് വിഷമമായെന്ന്. പക്ഷേ മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട. അടുത്ത ശിവരാത്രിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വേണം ക്ഷേത്രത്തിലെത്താൻ. എന്താണെങ്കിലും അന്നേ ദിവസം മോൾക്ക് എല്ലാ വഴിപാടുകളും പൂർത്തീകരിക്കാൻ സാധിക്കും. തുടർന്ന് സച്ചി അർച്ചനയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചിയും അർച്ചനയും സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് സേതുമാധവൻ. അർച്ചന കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചി മുകളിലേക്ക് കൊണ്ടുപോകുന്നു. തുടർന്ന് അനഘ അർച്ചനയുടെ അടുത്തേക്ക് വരികയാണ്. ഏട്ടത്തി ഏട്ടത്തി ഇനി ഇതുപോലെയൊന്നും ചെയ്യരുത്. പാവം സച്ചേട്ടൻ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാമോ എന്നൊക്കെ അനഘ പറയുമ്പോൾ, അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ചിലപ്പോൾ ആർക്കും അറിയാത്ത സ്ഥലത്തേക്കാകും ഞാൻ പോകുന്നതെന്ന് അർച്ചന പറയുന്നു. എൻ്റെ ഏട്ടത്തി ഏട്ടത്തി അങ്ങനെയൊന്നും ചിന്തിക്കാതെ, സച്ചിയേട്ടന് ഏട്ടത്തി എന്ന് വെച്ചാൽ ജീവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനഘ അവിടുന്ന് പോകുമ്പോൾ സേതുമാധവൻ അങ്ങോട്ടേക്ക് വരികയാണ്. മോള് എവിടെ പോകുന്ന കാര്യമാ പറഞ്ഞത്? മോൾക്കങ്ങനെ സച്ചിയെയും ഞങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ സാധിക്കുമോ എന്നൊക്കെ സേതുമാധവൻ ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അത് പിന്നെ അച്ഛാ, ആറുമാസം കൂടി ഞാൻ നോക്കും. ഇല്ലെങ്കിൽ സച്ചിയേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഞാൻ ഒഴിഞ്ഞു മാറും. അച്ഛൻ എന്നോട് ഇതിനെപ്പറ്റി ഇനി കൂടുതലായിട്ടൊന്നും ചോദിക്കേണ്ടെന്നും അർച്ചന വിഷമത്തോടെ പറയുമ്പോൾ സേതുമാധവൻ വിഷമത്തോടെ താഴേക്ക് പോവുകയാണ്. ഇതൊക്കെ കാണുന്ന അവന്തിക മനസ്സിൽ പറയുകയാണ്, അപ്പോൾ നീ നിനക്ക് നൽകിയിരിക്കുന്ന സമയമാണല്ലേ 6 മാസം. എന്താണെങ്കിലും ഈ 6 മാസം കൊണ്ടൊന്നും നിനക്ക് കുഞ്ഞൊന്നും ഉണ്ടാകാനേ പോകുന്നില്ല. അതിനുള്ള വഴിയെല്ലാം ചെയ്യാനേ ഈ അവന്തികയ്ക്ക് നന്നായി തന്നെ അറിയാം. കൂടാതെ നീ എന്നെ തല്ലിയ തല്ലുണ്ടല്ലോ, അതും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അതിനും കൂടെയുള്ള പ്രതികാരമൊക്കെ ഞാൻ നിന്നോട് എത്രയും പെട്ടെന്ന് വീട്ടിയിരിക്കുമെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ സന്ധ്യ സച്ചിയെ ഹോസ്പിറ്റലിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നതാണ്. സച്ചിയോട് ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി ഉള്ളതുകൊണ്ടാ. 2 ടെസ്റ്റിൻ്റെയും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ടെസ്റ്റുകളുടെ റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അർച്ചന ഇനി ഒരിക്കലും ഗർഭിണിയാകില്ല. ഇത് കേൾക്കുന്ന സച്ചി ആകെ തകർന്നിരിക്കുകയാണ്. സച്ചി എന്താണെങ്കിലും അർച്ചനയോട് ഈ കാര്യം പറയണ്ട. ഡോക്ടർ എന്നോട് ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിലും ഞാൻ ഒരിക്കലും അർച്ചനയോട് ഈ കാര്യം തുറന്നു പറയില്ലായിരുന്നെന്ന് സച്ചി പറയുന്നു. സച്ചി, ഒരു കുഞ്ഞല്ലല്ലോ നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് സച്ചി ഇനി കൂടുതലായിട്ട് അർച്ചനയോട് ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നാൽ മതി. പിന്നെ മറ്റൊരു കാര്യം കൂടി, നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് അത് നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ആർക്കും ഒരു സംശയവും ഉണ്ടാകണ്ടെന്നും സന്ധ്യ പറയുമ്പോൾ അതിനൊക്കെ സമ്മതം മൂളി ആകെ വിഷമത്തോടെ അവിടെ നിന്നിറങ്ങുകയാണ് സച്ചി. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സ്നേഹയുടെ വിവാഹം ഉറപ്പിക്കാനായി ചെറുക്കൻ്റെ അച്ഛനും അമ്മയും കൂടി വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് അർച്ചനയോട് സേതുമാധവൻ സ്നേഹം കൂട്ടിക്കൊണ്ട് താഴേക്ക് വരാൻ പറയുന്നു. അങ്ങനെ സ്നേഹ താഴേക്ക് വരുമ്പോഴേക്കും രാജീവിൻ്റെ അമ്മ പറയുകയാണ്, രാജീവിന് എപ്പോഴും മോളുടെ കാര്യം പറയാനേ നേരമുള്ളൂ. നമുക്ക് എത്രയും പെട്ടെന്ന് നിശ്ചയം നടത്തണമെന്ന് രാജീവിൻ്റെ അച്ഛൻ പറയുമ്പോൾ, നിങ്ങൾ ഡേറ്റ് എടുത്തതിന് ശേഷം ഞങ്ങളെ വിളിച്ച് പറഞ്ഞാൽ മതിയെന്ന് സേതുമാധവൻ പറയുന്നു. ഇതൊക്കെ കേൾക്കുന്ന സ്നേഹ മനസ്സിൽ പറയുകയാണ്, നടക്കാത്ത കല്യാണത്തിന് വിവാഹ നിശ്ചയം നടത്താൻ പോകുന്നു. ഷോ, ഇവരെയൊക്കെ കൊണ്ട് ഞാൻ തോറ്റെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സ്നേഹ. അതേസമയം ഇതെല്ലാം കണ്ട് അമ്പരപ്പോടെ നിൽക്കുകയാണ് അവന്തിക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.